ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അനുദീപ്. ഒരു ശരാശരി വിദ്യാർത്ഥിയായ എനിക്ക് എങ്ങനെയാണ് PSCയുടെ പല റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചത്? ഫോർ എക്സാമ്പിൾ, എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജയിലർ പരീക്ഷ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മുതലായിട്ടുള്ള പരീക്ഷകൾ. ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ എന്നെ സഹായിച്ച ചില ശീലങ്ങൾ, ഹാബിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അതിന്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ വർഷങ്ങളായിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ടീച്ചറായി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, അതിന്റെ ഒക്കെ ഒരു പരിണിത ഫലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. മാത്രമല്ല, ഇതൊക്കെ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ പേഴ്സണൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒബ്വിയസ്ലി നമ്മൾ പഠിക്കണം, റിവിഷൻ നടത്തണം, പ്രാക്ടീസ് ചെയ്യണം. ഈ 3 ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് പരീക്ഷയും UPSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, കൃത്യമായി പാസ്സാവാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഉപരി യുണീക്കായി ഞാൻ യൂസ് ചെയ്ത ചില ടെക്നിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കാര്യം പഠിക്കുക, റിവിഷൻ നടത്തുക, പ്രാക്ടീസ് ചെയ്യുക, ഇതിനെപ്പറ്റി ധാരാളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലുപരി ഞാൻ ഡെവലപ്പ് ചെയ്ത ചില ഹാബിറ്റ്സ്, ശീലങ്ങൾ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ടെലിഗ്രാം ചാനൽ അംഗമാവാൻ ആരും മറക്കണ്ട. എപ്പോഴും പറയുന്ന പോലെ ഫ്രീ മോക്ക് ടെസ്റ്റുകളും മൈക്രോ ക്ലാസ്സുകളും ഒക്കെ അവിടെ കിട്ടുന്നതാണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ എല്ലാവരും ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഒന്നാമതായി ഞാൻ വളരെ എഫേർട്ട് എടുത്ത് കൾട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഒരു ഹാബിറ്റിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ലൈഫിൽ എടുത്ത ഏറ്റവും മികച്ച ഡിസിഷൻസിലൊന്നും ഈ ഒരു പർട്ടിക്കുലർ ഹാബിറ്റ്, ശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. വിഷ്വലൈസേഷൻ. ഞാൻ ഈ പവർ ഓഫ് വിഷ്വലൈസേഷൻ, നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിന്റെ പവറിന്റെയും ലോ ഓഫ് അട്രാക്ഷന്റെയും ഒരു ശക്തമായ ബിലീവറാണ് ഞാൻ. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വപ്നം കാണുന്ന ഒരു കാര്യം അല്ലേ, അതിൽ ഉറച്ച് വിശ്വസിക്കുക. ഇപ്പൊ നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ ജോലിയിലേക്ക് എത്തി ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. ഈ ദിവാസ്വപ്നം കാണുന്നതും പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദിവാസ്വപ്നം കാണുന്ന ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു വിഷ്വലൈസേഷൻ പ്രോസസ് അത് കുറച്ചുകൂടെ ഇമോഷണലി ഇന്റൻസീവ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ ആവണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹത്തിന്റെ തീവ്രത അനുസരിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമല്ല, നമ്മളൊരു കാര്യത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയാണെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശരിയായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. എക്സാം ഹോളിൽ ചെന്നിരിക്കുന്നു, ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ആ OMR ഷീറ്റിൽ മാക്സിമം ചോദ്യങ്ങളും ശരിയാക്കുന്ന രീതിയിൽ ബബിൾ ചെയ്യുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിസിക്കൽ ടെസ്റ്റുകൾ, അത് പാസ്സാവുന്നു. ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത്, ഇതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പല പ്രാവശ്യം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം എന്നൊക്കെ പല സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് തീവ്രമായി ഒരു കാര്യത്തിനെ പറ്റി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്ത് സഹായിക്കും. ചുമ്മാ അവരുടെ കുത്തിയിരുന്ന് വിഷ്വലൈസേഷൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഒരു മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പർലി വിഷ്വലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തിരിക്കും. ഉദാഹരണത്തിന്, ഞാനൊരു മടിയനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ വിഷ്വലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഒരിക്കലും ഒരു ഊർജം കിട്ടുന്നുണ്ട്. കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനും ചോദ്യങ്ങളെ വിലയിരുത്താനും എനിക്ക് ഒരു പവർ കിട്ടുന്നുണ്ട്. ഇതിന്റെ ന്യൂറോ സയൻസ് പെർസ്പെക്റ്റീവ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഹൈപ്പോതലാമസിന്റെയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെയും ഒക്കെ റോൾ ഇവിടെ ചെറുതല്ല. ബിക്കോസ് നമ്മൾ വിഷ്വലൈസേഷൻ നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ, ന്യൂറോൺസ് വിച്ച് വയേഴ്സ് ടുഗദർ എന്നൊക്കെ പറയുന്ന ഫിലോസഫീസ് ഉണ്ട്. ന്യൂറൽ സയൻസ് ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത് വലിയൊരു ടോപ്പിക്കാണ്. വിഷ്വലൈസേഷനെ പറ്റിയും ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയും കൂടുതൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. നമുക്ക് ഈ ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഹാബിറ്റ് എൻ്റെ ലൈഫിന്റെ അച്ചടക്കത്തെയും, അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയ ഒരു സബ്ജക്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാനൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഡിഫിക്കൽട്ട് ആയ ഒരു സബ്ജക്ട് ഉണ്ട്, ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ. ഞാൻ UPSC ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ PSC ടോപ്പിക് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ റാങ്ക് അടിക്കണമെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാനത് വിഷ്വലൈസ് ചെയ്യും. ഓക്കെ, എനിക്ക് റാങ്ക് ഫയൽ, അത് പക്ക റാങ്ക് ഫയൽ ഫാക്ട് ആണല്ലോ അന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. റാങ്ക് ഫയൽ വായിക്കുന്നു, എനിക്ക് കാണാതെ പഠിക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള അതൊരു പരിപാടിയില്ല. പക്ഷെ ആ ഒരു ടോപ്പിക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അതനുസരിച്ച് വിഷ്വലൈസേഷൻ നടത്തി. അപ്പൊ അതനുസരിച്ച് എനിക്ക് ഡേറ്റ ഉൾക്കൊള്ളാൻ പറ്റി, സിന്തസൈസ് ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പൊ പല പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു ടെക്നിക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് അക്കാഡമിക്കലായിക്കോട്ടെ, നോൺ അക്കാഡമിക്കലായിക്കോട്ടെ, എവിടെയാണെങ്കിലും.
നിങ്ങൾ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറി മറിയും. ഇത് ഓപ്ര വിൻഫ്രി മുതൽ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളും ഒക്കെ ശരിവെച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല റാങ്ക് ഹോൾഡേഴ്സ്, സിവിൽ സർവീസിലെ പല റാങ്ക് ഹോൾഡേഴ്സ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണമെന്നാണ് എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ്. ഓക്കെ, സോ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാം. വിഷ്വലൈസേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച തലച്ചോറും ഏറ്റവും വലിയ ബുദ്ധിയും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളൊരു യൂസ്ലെസ് ആയിരിക്കും കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. ബിക്കോസ് ഒരു ആവറേജ് വ്യക്തിയെ എബോവ് ആവറേജ് ആയിട്ടുള്ള അച്ചീവ്മെന്റിലേക്ക് എത്തിക്കുന്നത് അയാളുടെ കോൺഫിഡൻസ് ലെവലാണ്. ഇത് വേണം നിങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായി വികസിപ്പിക്കേണ്ട ഒരു ഹാബിറ്റ്. ഇപ്പം നിങ്ങൾ സിലബസ് എടുത്ത് കാണുകയാണ്, സിലബസ് കാണുമ്പോഴത്തേക്കും പകുതി ആൾക്കാരുടെ ഗ്യാസ് പോകും, അയ്യോ ഇതൊക്കെ ഡിഗ്രി ലെവലിന്റെ സിലബസ്, ഇതൊക്കെ എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് പഠിക്കും? പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മത്സരിക്കുന്ന അന്യഗ്രഹ ജീവികളോടല്ല, കേരള ഭൂപ്രകൃതിയിൽ ജീവിച്ച് ഇവിടെ തന്നെ താമസിക്കുന്ന ശരാശരി മനുഷ്യന്മാരുമായിട്ടാണ്. നിങ്ങൾ നോക്കി, ഇപ്പൊ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എടുക്കുക, അതിന്റെ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ശരാശരി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? സിവിൽ സർവീസ് നോക്കുക, 12th ഫെയിൽ സിനിമ എല്ലാവരും കണ്ടതാണല്ലോ. അത്രയും ബിലോ ആവറേജ്, വളരെ മോശപ്പെട്ട ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എത്തിയത്. കാര്യം പിന്നെ അദ്ദേഹം അതിനനുസരിച്ച് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തു ആ ഒരു കോൺഫിഡൻസ്, കഴിവല്ല. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പാഠമാണ്. സോ വിത്തൗട്ട് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്നൊരു ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല. അത് ഓവർ കോൺഫിഡൻസ് ആവരുത്, അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി, പിന്നെ കോൺഫിഡൻസ് ഇല്ലാത്തതിനെക്കാട്ടി മോശപ്പെട്ട അവസ്ഥയാണത്, അല്ലെ? ബി ഹമ്പിൾ ആയിരിക്കും, കിട്ടാവുന്നിടത്തുനിന്നൊക്കെ നോളജ് അക്വയർ ചെയ്യുക. ഇത് ഇവിടുന്നായാലും പുറത്തുനിന്നായാലും എല്ലായിടത്തും നോളജ് അക്വയർ ചെയ്യുക. പക്ഷേ നമ്മുടെ മനസ്സിൽ കണ്ട സംഭവം നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് കൾട്ടിവേറ്റ് ചെയ്യണം. ഇപ്പം വീട്ടമ്മമാർ അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പൊതുവെ PSC ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു ഇഷ്യൂ എന്താ? നീയൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള കുത്തുവാക്കുകളാണ്. ആ കുത്തുവാക്ക് കേൾക്കുമ്പോൾ അതിനെ തടയാനുള്ള ഏറ്റവും ശക്തമായ പരിച എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമാണ്. ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും, ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള എന്താ പറയാ ഫ്യൂവൽ, ഇന്ധനം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ഒരിക്കലും മറക്കാതിരിക്കാം. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ എൻ്റെ മെയിൻസിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഫിസിക്കലിനെ പൊട്ടിപ്പോയി. കാര്യം ഭയങ്കരമായിട്ടുള്ള ഒരു ഹാംസ്ട്രിങ്, കാലിൽ ഇഞ്ചുറി വന്ന് കിടപ്പായി പോയി. ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇനി ഒരു 6-7 മാസത്തേക്ക് കാലനക്കണ്ട, റെസ്റ്റ് എടുത്തോ, ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് എനിക്ക് എക്സൈസിന്റെയും ജയിലറിന്റെ ഒക്കെ ഫിസിക്കൽ വരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് നമുക്ക് കയ്യിലുള്ളത് കോൺഫിഡൻസ് മാത്രമാണ്. ഇത് നമ്മുടെ അവസാനത്തെ ഒരു അവസരമാണ്. ഈ ഒരു ഫിസിക്കലും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷയുള്ളൂ. ആ ഒരു ചിന്തയിൽ രാവിലെ ഫിസിയോതെറാപ്പി, വൈകിട്ട് ഫിസിയോതെറാപ്പി, ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ എന്റെ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളൂ, അതിന്റെ പുറത്തുനിന്ന് എല്ലാം ചെയ്യുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് വിഷ്വലൈസേഷനും കാല് പെട്ടെന്ന് ഹീൽ ആവുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. ഹാംസ്ട്രിങ്ങിന് അത്രയും ഡീപ്പായിട്ടുള്ള ഇഞ്ചുറി എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മാറി. ഒബ്വിയസ്ലി പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ആദ്യമേ പോയ ഫിസിയോതെറാപ്പിസ്റ്റ് അത്ര പോരായിരുന്നു, പിന്നെ വേറൊരു സ്ഥലത്ത് പോയി, അവിടെ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നന്നായിട്ട് വന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റി, ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ള കോൺഫിഡൻസിന്റെ പുറത്ത് മാത്രമാണ്. ഓക്കെ, റാഷണൽ ആയിട്ട് യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സാഹസത്തിന് മുതിരില്ല. കാര്യം ആ ഇഞ്ചുറി പിന്നെയും ഡീപ്പായ ലൈഫ് ലോങ് ആ കാലം വെച്ചുകൊണ്ട് മുടങ്ങി നടക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ റാഷണലായി ചിന്തിക്കുന്ന ഒരു വ്യക്തി ആ റിസ്ക് അപ്പം എടുക്കില്ല. പക്ഷെ ഞാൻ എടുത്തു. കാര്യം ആ കോൺഫിഡൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്, മറ്റു മാർഗങ്ങളില്ല. അപ്പൊ ആ ഒരു മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോൾ നമ്മളെ മുന്നിലേക്ക് ചലിപ്പിക്കുന്ന ഒരു ഫാക്ടർ നമ്മുടെ കോൺഫിഡൻസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ള ഒരു ഹാബിറ്റ്, ഞാൻ അന്നും ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിലെ ഒരു എന്താ പറയാ മനസമാധാനം ഏറ്റവും കൂടുതൽ ലഭിച്ചത് ഈ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ്. ഫോക്കസ് ഓൺ ദ പ്രോസസ് റാദർ ദാൻ ദ റിസൾട്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പല സ്റ്റുഡൻസും പറയുന്നൊരു കാര്യമാണ്, സാറേ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പേടിയാണ്, കാര്യം മാർക്ക് കുറയുന്ന കണ്ട അതിന്റെ കോൺഫിഡൻസ് പോകും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരാള് തോറ്റു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയോ? റിസൾട്ടിന് മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് അയാൾ തോറ്റു തുടങ്ങുന്നത്.
സി ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ കൂടെ പോവാതെ ആർക്കും നല്ല രീതിയിൽ അല്ലെങ്കിൽ മാതൃകാ പരീക്ഷകൾ മുൻകാല വർഷ ചോദ്യ പേപ്പർ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്താലും മതി. ഇനിയുള്ള PSC പരീക്ഷകൾ ടോപ്പ് റാങ്ക് അടിക്കാൻ ഒക്കത്തില്ല ആ ഒരു ഹാബിറ്റ് ഇല്ലാത്ത വ്യക്തി. പക്ഷെ അത് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ അയ്യോ മാർക്ക് കുറഞ്ഞു പോകുന്നുള്ള പേടിയാണ്. അവിടെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് റിസൾട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്ന പ്രോസസ്സിലല്ല. ഇപ്പം പണ്ട് പല ആൾക്കാരും പറഞ്ഞു നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം, അതിന്റെ ഒരു സൈഡ് എഫക്ട് റിസൾട്ട് ആണ് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ റാങ്ക് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാലോ റാങ്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നിലേക്ക് വലിയും. അപ്പൊ എനിക്ക് പറയാനുള്ള റീസൺ അതാണ്, നിങ്ങൾ എപ്പോഴും ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ ഉയർച്ചകൾ ഉണ്ടാവും, താഴ്ചകൾ ഉണ്ടാവും. ഇതെല്ലാം കടന്നിട്ട് വേണം റിസൾട്ടിലേക്ക് എത്താൻ. അല്ലാതെ ഒറ്റയടിക്ക് ചാടി റിസൾട്ടിലേക്ക് എത്തണം എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് എക്കണോമിക്സ് അല്ലെങ്കിൽ ജോഗ്രഫി, ഹിസ്റ്ററി, ഫിസിക്സ് വരുന്നു. ഓക്കെ, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, ഇത് പഠിക്കാതെ ഞാൻ എങ്ങനെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തും, എനിക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള പേടി. അവിടെ നിങ്ങളുടെ ഭയം തോറ്റു പോകുമെന്നുള്ള ഭയമാണ്. റിസൾട്ടിനെ പറ്റി ആലോചന കൺസേൺ ആണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ ഇത് പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഞാൻ ചെയ്തൊരു കാര്യം, ആ ഒരു ഇഞ്ചുറി പറ്റിയപ്പോൾ ഞാൻ എന്റെ മാക്സിമം വർക്ക് ചെയ്യാനിടും. ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകാൻ ഞാൻ റെഡിയാണ്. റിസൾട്ട് എന്തായാലും എനിക്ക് വിഷയമല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പരീക്ഷ തോറ്റാൻ എന്ത് ചെയ്യും, ഞാൻ സഹിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു മെന്റാലിറ്റിയിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഇതിൽ 1-2 അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും ഒരു അവസരം നമുക്ക് കിട്ടും. ഏറ്റവും മികച്ച ഒരു അവസരം തന്നെ നമ്മളെ തേടിയോടെ എത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഗീതയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതുപോലെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ നിഷ്കാമ കർമ്മ എന്ന് പറയുന്ന പ്രോസസ്സ് ഇതാണ്. എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ റിസൾട്ട് ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുന്ന വർക്കിനായിരിക്കും എപ്പോഴും എന്ത് കിട്ടുക, നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. അതൊരു പ്രകൃതി നിയമമാണ്. എല്ലാ മതത്തിന്റെയും ടീച്ചിങ്സ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അല്ലാതെ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അമ്മ എന്തിനാണ് കുഞ്ഞിനെ വളർത്തുന്നതിനെ? ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് ഇവരെ സംരക്ഷിക്കുന്ന എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. പക്ഷെ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകാനുള്ള മെന്റാലിറ്റി, അത് തന്നെയാണ് നമ്മുടെ സ്പീഷീസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് ജനറേറ്റ് ചെയ്യുക. തൽക്കാലം ചില തോൽവികൾ വന്നു കഴിഞ്ഞാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് പഠിക്കാനുള്ള മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ റിസൾട്ട്, ആ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന റിസൾട്ട് നമ്മളെ തേടി എത്തിക്കോളും. അപ്പൊ ഇതാണ് റിസൾട്ടിന്റെ കേസിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഓക്കെ, അടുത്ത ഒരു ഹാബിറ്റ് ഇതാണ്. ഇപ്പം ഡെയിലി ഞാൻ ഒരു 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, പക്ഷെ ഡെയിലി പഠിക്കുമായിരുന്നു. കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അപ്പൊ ഡെയിലി അരമണിക്കൂർ പുസ്തകം എടുത്ത് വർഷം പോകുമായിരുന്നു. ചില ദിവസങ്ങൾ നല്ല കുറേ സമയം തുടങ്ങി. ചില ദിവസങ്ങളിൽ 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറൊക്കെ പഠിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്. ചില ദിവസങ്ങൾ 1 മണിക്കൂർ പഠിച്ചിട്ടുള്ള ദിവസങ്ങളും ഉണ്ട്. കാര്യം മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും എല്ലാ ദിവസവും ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് നടത്താൻ പറ്റത്തില്ല. പക്ഷെ അവന് കൺസിസ്റ്റന്റ് ആവാൻ പറ്റും. എല്ലാ ദിവസവും പഠിക്കുക എന്ന് ഷോയപ്പ് ചെയ്യുക എന്ന് പറയും. എല്ലാ ദിവസവും പഠിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ ഒരു ട്രാക്കിലേക്ക് വരികയും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് പിന്നെ പഠിക്കാനും പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, സ്ഥിരത വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ആൾക്കാർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതും. 2 ടെസ്റ്റ് എഴുതിയിട്ട് അവനോട് നിർത്തും. 2 ടെസ്റ്റ് എഴുതി 2 ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു, അയ്യോ കോൺഫിഡൻസ് അവനോട് നിർത്തും. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് 10 ടെസ്റ്റ് എഴുതാനുള്ള ഒരു ചങ്കൂറ്റം ആ വ്യക്തി കാണിക്കുകയാണെങ്കിൽ അവന്റെ മാർക്കും റാങ്കും ഭാവിയും വളരെ മെച്ചപ്പെട്ടതായിട്ട് മാറും. പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. 1-2 ക്ലാസ് കേൾക്കുന്നു പോന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതുന്നു പോന്നു. സ്ഥിരത വേണം. ആമയുടെയും മുയലിന്റെയും കഥ എല്ലാവർക്കും അറിയാം. ആമ മത്സരത്തിൽ ജയിച്ചത് മുയലിനേക്കാൾ സ്പീഡ് ഉള്ളതുകൊണ്ടല്ല, ആമ കൺസിസ്റ്റന്റ് ആയിരുന്നു. മുയലാണെങ്കിലോ ഓടും റെസ്റ്റ് എടുക്കും, ഓടും റെസ്റ്റ് എടുക്കും, ഓടും റെസ്റ്റ് എടുക്കും. ആ ഒരു പാറ്റേൺ നിങ്ങൾ മത്സര പരീക്ഷയിൽ ഫോക്കസ് ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നിരിക്കാം, ബെസ്റ്റ് പെർഫോമർ ആയിരുന്നിരിക്കാം. പക്ഷെ അതല്ല റിയൽ കോമ്പറ്റീഷൻ. പബ്ലിക് സർവീസസിന്റെ എക്സാംസ്, അല്ലെങ്കിൽ നിങ്ങളൊരു 10 ലക്ഷമോ 1 കോടിയോ അല്ലെങ്കിൽ ഒരു 2, 5, 4, 5 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ അക്കാഡമിക് ബ്രില്യൻസിന് ഇൻഡിക്കേഷൻ. ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 100 പിള്ളേരോട് പഠിച്ചു, നിങ്ങൾക്ക് ടോപ്പ് 10 അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ടോപ്പർ ആയിരുന്നിരിക്കാം, ക്ലാസ്സിൽ എത്ര 50 പിള്ളേരുണ്ട്, ക്ലാസ് ടോപ്പർ ആയിരുന്നിരിക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. പക്ഷേ ഒരു പബ്ലിക് എക്സാമിലേക്ക് വരുന്നു, അവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ബാക്ക് ബെഞ്ചർ ആയവനായിരിക്കും ചിലപ്പോൾ ഇവിടെ ടോപ്പ് റാങ്ക് അടിക്കുന്നത്. ബിക്കോസ് അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. കൺസിസ്റ്റൻസിയാണ് കീ. നിങ്ങൾ പഠിപ്പിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസൈറ്റ് ഉണ്ടല്ലേ.
പുതിയ പാറ്റേൺ പഠിക്കണം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്തു, പക്ഷെ പഴയ പാറ്റേണിലുള്ള ക്ലാസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം പുതിയ പാറ്റേണിലുള്ള PSC പരീക്ഷ തിരിച്ചറിഞ്ഞ് ആ പുതിയ പാറ്റേണിലുള്ള ടെക്സ്റ്റുകൾ വായിച്ച് പുതിയ പാറ്റേണിലുള്ള അല്ലെങ്കിൽ പുതിയ ശൈലിയിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ ഇത് ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തു, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ജാമ്പവാന്റെ കാലത്തെ PSC ടെക്നിക്സും അന്നത്തെ കാലത്തെ PSC പഠനമാണ് നടത്തുന്നതെങ്കിൽ റിസ്ക് ആണ്. PSCയുടെ മാറ്റങ്ങൾ പൾസ് അറിഞ്ഞ് പഠിക്കാൻ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ നമ്മുടെ ചാനലിലെ ഫ്രീ കണ്ടന്റുകൾ ധാരാളമുണ്ട്. അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെങ്കിൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ പുതിയ പാറ്റേൺ തന്നെ പഠിക്കണം. 2019 തൊട്ട് PSCയുടെ പാറ്റേൺ മാറിയതാണ്, പക്ഷെ ഇപ്പോഴും 99% ആൾക്കാരും പഴയ പാറ്റേണിലാണ് പഠിക്കുന്നത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങുന്നവർക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കാര്യം മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്, ഇവോൾവ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡോഡോ പക്ഷിയുടെ അവസ്ഥയായിരിക്കും, വംശനാശം സംഭവിക്കും. ഇവല്യൂഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഫ്രീ കണ്ടന്റ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, കണ്ടന്റ് ബേസ്ഡ് വീഡിയോസും സ്ട്രാറ്റജി വീഡിയോസും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതൽ KAS 10th +2 ലെവൽ പരീക്ഷകളും വരെയുള്ള ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബാച്ച് ആയിക്കോട്ടെ, ഞങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ലോങ് ടൈം ബാച്ച് ആയിക്കോട്ടെ, എല്ലാം വളരെ അഫോർഡബിൾ ഫീസ്, 1000 രൂപയൊക്കെ ഉള്ളൂ പല ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാച്ചിന്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിന്റെ കൂടെ കട്ടൊക്കെ നിന്നാലും മതി. PSCയുടെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ഓരോ അപ്ഡേറ്റ്സും നിങ്ങളെ ഞാൻ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പുതിയ പാറ്റേൺ പഠിക്കാം അല്ലെ. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. പിന്നെ പാർട്ട് 2 ആണ് നമുക്ക് ചെയ്യാം. കുറെ ഹാബിറ്റ്സ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഹാബിറ്റ്സ് ഒന്നും ഭയങ്കര ഡിഫിക്കൽട്ട് ഒന്നും അല്ല നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊരു പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അതിനോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഏത് ഹാബിറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. കാര്യം നിങ്ങളുടെ ഒരു ഇൻപുട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ സ്ട്രോങ് ആയിട്ട് പഠിക്കുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക. നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കാം. പുഷ് ദ കോമ്പറ്റീഷൻ. താങ്ക് യു, ബൈ.